ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യോർ ഓൺലൈൻ ടീച്ചർ. ഈ തവണത്തെ മോഡൽ എക്സാമിൻ്റെ വെയിറ്റേജ് നിങ്ങൾ അറിഞ്ഞിരുന്നോ? അപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിലായിരിക്കും ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. 2-3 മാർക്കിൻ്റെ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാലുള്ളൂ. അല്ലാതെ ഏകദേശം മോസ്റ്റ് പ്രോബബ്ലി ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും നമുക്ക് ഇതിൽ നിന്നൊക്കെ ഈ രീതിക്കായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മുടെ പ്ലസ് ടു എക്കണോമിക്സിൽ നിന്ന്, നമ്മുടെ മൈക്രോ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണല്ലോ. അതിൽ നിന്ന് ഒരു 4 മാർക്കിൻ്റെ ചോദ്യം വരാനുള്ളതേ ഉള്ളൂ. അപ്പം മോസ്റ്റ് പ്രോബബ്ലി 4 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാൻ നമ്മുടെ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി ആയിരിക്കും. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. 12 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരും. അപ്പോൾ അതിൽ ബഡ്ജറ്റിൽ അതിൻ്റെ പ്രിപ്പറേഷൻസ് വരും, പ്രൈസ് ലാസ്റ്റ് സപ്ലൈ വരും, ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് വരും, ഡിമാൻഡ് കർവ് വരയ്ക്കാനുണ്ടാകും, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഉണ്ടാകും. ഇതൊക്കെയാണ് അതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ദെൻ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൽ നിന്ന് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരാം. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കൂടുതലും ഒരു പ്രോബ്ലം TC, TFC, TVC, SAC, SMG അതൊക്കെ കാണാനുള്ള ചോദ്യമായിരിക്കും കൂടുതലും ഉണ്ടാകാം. തിയറി ഓഫ് ഫേം ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നിന്ന് 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് ചോദിക്കാം. ഈ ഷോർട്ട് റണ്ണിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ചോദിച്ചേക്കാം, പല ഗ്രാഫുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിച്ചേക്കാം, പിന്നെ അതേപോലെ ഷട്ട് ഡൗൺ പോയിന്റ് ഏതാണ്, ബ്രേക്ക് ഈവൻ പോയിന്റ് ഏതാണ്, ഇതൊക്കെയാണ് കൂടുതലും ചോദിക്കാം. മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ നിന്ന് 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരിക. അത് ഒന്നെന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റി കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ, പിന്നെ പ്രൈസ് സെയിലിംഗ്, ഫ്ലോർ പ്രൈസിങ്, ആ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൂടുതൽ വരാൻ ചാൻസ്. ദെൻ മാക്രോ എക്കണോമിക്സ് ആണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 3 മാർക്കിൻ്റെ ചോദ്യമാണ് വരാം. അപ്പോൾ 3 മാർക്കിൻ്റെ ചോദ്യമായിട്ട് മാക്രോ എക്കണോമിക്സിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഗ്രേറ്റ് ഡിപ്രഷനെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും ചോദിക്കാം. നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ആണ് ഏറ്റവും വെയിറ്റേജ്, 12 മാർക്ക് അവിടെയുണ്ട്. അതിൽ നിന്നാണ് 8 മാർക്കിൻ്റെ ചോദ്യമായിട്ടുള്ളത്. നാഷണൽ ഇൻകം മെത്തേഡ്സ്, പ്രൊഡക്റ്റ് മെത്തേഡ്, അതുപോലെ തന്നെയുള്ള മെത്തേഡ്സ് ഉണ്ടല്ലോ, അത് ആ പ്രൊഡക്റ്റ് മെത്തേഡ് അങ്ങനെയുള്ളതൊക്കെ വരാം. അപ്പോൾ അത് വരുന്ന സമയത്ത് നമ്മൾ അത് നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. പിന്നെ GDP കാൽക്കുലേഷൻസ് വരും. GDP ഒരു വെൽഫെയർ ഇൻഡിക്കേറ്റർ അല്ലാത്തതിൻ്റെ കാരണം GDP ഡിഫ്ലേറ്റർ, ഇതൊക്കെയാണ് കൂടുതലും ചോദിക്കാം. ദെൻ മണി ആൻഡ് ബാങ്കിങ്ങിൽ നിന്ന് 6 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാവുന്നത് ഡിഫറെൻറ്റ് മോട്ടീവ്സ് ചോദിക്കാം. റിസർവ് ബാങ്കിൻ്റെ ഫങ്ഷൻസ്, റിസർവ് ബാങ്കിൻ്റെ മോണിറ്ററിങ് സപ്ലൈയുടെ ടൂൾസ്, അതൊക്കെയാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദെൻ മണിയുടെ ഫങ്ഷൻസ്. ഇൻകം ഡിറ്റർമിനേഷനിൽ നിന്ന് 7 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് ചോദിക്കാവുന്നത് ഇക്വിലിബ്രിയം ഇൻകം കാണാൻ, അഗ്രിഗേറ്റഡ് ഡിമാൻഡ് കർവും സപ്ലൈ കർവും വരച്ച് ഇക്വിലിബ്രിയം ഇൻകം കാണാൻ, അതല്ലാതെ പ്രോബ്ലം ആയിട്ട് അഗ്രിഗേറ്റഡ് ഡിമാൻഡ് കാണാൻ, ഡിമാൻഡ് കർവ് വരച്ചെടുക്കാനും വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഓട്ടോണമസ് കൺസംഷൻ കണ്ടുപിടിക്കാനൊക്കെ ഉള്ള ചോദ്യങ്ങളാണ് വരിക. ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് എക്കോണമിയിൽ നിന്ന് ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ഫങ്ഷൻസ് ചോദിച്ചേക്കാം. മോസ്റ്റ് പ്രോബബ്ലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബഡ്ജറ്റിൻ്റെ ഫങ്ഷൻസ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എല്ലാം. ദെൻ ഓപ്പൺ എക്കോണമിയിൽ നിന്ന് അതേപോലെ തന്നെ ഓപ്പൺ എക്കോണമിയുടെ 3 ലിങ്കേജസ്, അതിൽ വരുന്ന ബാക്കി കുറേ ക്ലാസിഫിക്കേഷൻസ്, ഒരു ഡയഗ്രം ഒക്കെ വരുന്നുണ്ടല്ലോ, അതൊക്കെയാണ് അതിൽ നിന്നും മോസ്റ്റ് പ്രോബബ്ലി ഈ വെയിറ്റേജുകൾക്കായിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. പ്ലസ് 2 ഇംഗ്ലീഷിൽ നിന്ന് ഫസ്റ്റ് യൂണിറ്റിന് 24 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരും. വുമൻ എംപവർമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പീച്ച്, അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ്, എസ്സേ, ഇമെയിൽ എഴുതുന്നത്, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, നോമിതയുടെ ക്യാരക്ടർ സ്കെച്ച്, ഹൊറഗില് വേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ്, അങ്ങനെയൊക്കെ. ദെൻ ഹൈറ്റ്സ് ഓഫ് ഹാർമണിയിൽ നിന്ന് 18 മാർക്കിനും, ചലഞ്ചസ് ഓഫ് ലൈഫിൽ നിന്ന് 22 മാർക്കിനും, ലിവ് ലെറ്റ് ലിവിൽ നിന്ന് 30 മാർക്കിനും. സോ 4ാമത്തെ യൂണിറ്റിൽ നിന്ന്, ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാം. ആൻഡ് ലൈറ്റർ സൈഡിൽ നിന്ന്, അതായത് നമ്മുടെ ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ നമുക്ക് വളരെ കുറഞ്ഞ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് അത്ര അങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് ഇല്ല. നമ്മൾ അതിൽ നിന്ന് വളരെ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കുള്ളൂ. ഓക്കെ, ദെൻ അടുത്ത സബ്ജക്റ്റാണ് അക്കൗണ്ടൻസി. നമ്മുടെ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിനുണ്ടല്ലോ, എല്ലാത്തിനും ഏകദേശം സെയിം വെയിറ്റേജാണ് വരുന്നത്. വെയിറ്റേജ് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അതായത് ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗുകാരാണെങ്കിൽ പാർട്ട്ണർഷിപ്പിന് ബേസിക് കൺസെപ്റ്റിന് 8 മാർക്കിന്, ദെൻ അഡ്മിഷനിൽ നിന്ന് 13 മാർക്കിന്, റിട്ടയർമെൻറ്റിൽ നിന്ന് 8 മാർക്കിന്, ഡിസൊല്യൂഷനിൽ നിന്ന് 11 മാർക്കിന്. ദെൻ അല്ലാത്ത പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് 3 മാർക്ക്, സ്പ്രെഡ്ഷീറ്റ് 5 മാർക്കിന്, യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് 2 മാർക്ക്, ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്സിൽ നിന്ന് ആ ചാർട്ടിൻ്റെയൊക്കെ ഫീച്ചറൊക്കെ ചോദിക്കുള്ളൂ, ക്ലാസിഫിക്കേഷനൊക്കെ. GNU ഖാത്തയിൽ നിന്ന് 5 മാർക്കിനും, പിന്നെ ഡേറ്റാബേസ് മാനേജ്മെൻറ്റിൽ നിന്ന് 2 മാർക്കിനും, പിന്നെ പ്രാക്ടിക്കലിൽ 40 കിട്ടി, അങ്ങനെ 100 കിട്ടുന്നു. പിന്നെ AFS ആണെങ്കിലും ആ 8, 13, 8, 11 സെയിം തന്നെ.
അതല്ലാതെ AFSൽ നിന്ന് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 12 മാർക്കിന്, സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് 6 മാർക്കിന്, തേർഡ് ചാപ്റ്ററിൽ നിന്ന് 3 മാർക്കിന്, ഫോർത്ത് ചാപ്റ്റർ 6 മാർക്ക്, ഫിഫ്ത്ത് ചാപ്റ്റർ 8 മാർക്ക്, സിക്സ്ത് ചാപ്റ്റർ 5 മാർക്കിന് ചോദിക്കാം. പിന്നെ ബിസിനസ് സ്റ്റഡീസ് ആൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററിനും ഏകദേശം ഒരേപോലെ വെയിറ്റേജ് ഉണ്ട്. 1-2 മാർക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ളൂ. ഫസ്റ്റ് ചാപ്റ്ററിന് 6 മാർക്കിന്, സെക്കൻഡ് ചാപ്റ്റർ 7 മാർക്കിന്, തേർഡ് ചാപ്റ്റർ ബിസിനസ് എൻവയോൺമെന്റ് 4 മാർക്കിന്, പ്ലാനിങ് 6 മാർക്ക്, ഓർഗനൈസിങ് 7 മാർക്ക്, സ്റ്റാഫിംഗ് 9 മാർക്ക്, ഡയറക്റ്റിംഗ് 11 മാർക്ക്, കൺട്രോളിംഗ് 4 മാർക്ക്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് 10 മാർക്ക്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ് 12 മാർക്ക്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഇതാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 4 മാർക്ക്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 10 മാർക്ക്, സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് 5 മാർക്ക്, തേർഡ് ചാപ്റ്ററിൽ നിന്ന് 8 മാർക്ക്, ഫോർത്ത് ചാപ്റ്റർ 10 മാർക്ക്, ഫിഫ്ത്ത് ചാപ്റ്റർ 8 മാർക്ക്, സിക്സ്ത് ചാപ്റ്റർ 6 മാർക്ക്, സെവൻത്ത് ചാപ്റ്റർ വെബ് ഹോസ്റ്റിംഗിൽ 4 മാർക്ക്, ഡേറ്റാബേസ് മാനേജ്മെന്റിൽ നിന്ന് വെബ് ടെക്നോളജിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യം വരാം. സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് 8 മാർക്ക്, എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് 4 മാർക്കും, ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ICT 5 മാർക്സ്. ഇങ്ങനെയാണ് ഇതിൻ്റെ വെയിറ്റേജിൻ്റെ കിടക്കുന്നത്. നിങ്ങൾക്ക് ഈ വെയിറ്റേജ് അനുസരിച്ചിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ വേണമെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ മിസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആയെങ്കിൽ അതുകൂടി ഒന്ന് താഴെ പറയാം. താങ്ക്